Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിൽ ഒരു സിംഗിൾ ഇമേജ് യൂസ് ചെയ്ത് PBR മാപ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3ds Max തുടങ്ങിയ 3D സോഫ്റ്റ്വെയറുകളിൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ്, നോർമൽ, ആംബിയന്റ് ഒക്ലൂഷൻ തുടങ്ങിയ മാപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് റിയലിസ്റ്റിക് ആയ മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പലപ്പോഴും നമ്മൾ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കളർ ടെക്സ്ചർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇതുപോലുള്ള കളർ ടെക്സ്ചറിൽ നിന്നും നോർമൽ, ഡിസ്പ്ലേസ്മെന്റ്, ആംബിയന്റ് ഒക്ലൂഷൻ തുടങ്ങിയ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്ത മാപ്പുകളെ ക്വിക്കായി അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ടൂളിലൂടെ സാധിക്കുന്നതാണ്. ഒരു സിംഗിൾ ഇമേജിൽ നിന്നും PBR മാപ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ടൂൾ ഏതാണ്, ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ H Media 3D അക്കാഡമിയിൽ ഓൺലൈൻ ലൈവ് പേഴ്സണൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. 3D കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മാപ്സുകൾ ജനറേറ്റ് ചെയ്യുന്നതിനായി ഷേഡർ മാപ്പ് ഫോർ ബേസിക് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ഇന്റർഫേസ് ആണ് ഇതിനുള്ളത്. ഇവിടെ മോഡ് എന്ന സെക്ഷനിൽ സ്റ്റാൻഡേർഡ്, PBR സ്പെക്കുലർ, ലൈറ്റ് സ്കാൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. ഇതിൽ സ്റ്റാൻഡേർഡ്, പ്രോ PBR തുടങ്ങിയ മോഡുകളിൽ കളർ ടെക്സ്ചർ, നോർമൽ മാപ്പ്, ഡിസ്പ്ലേസ്മെന്റ് മാപ്പ്, 3D മോഡൽ എന്നിങ്ങനെയുള്ള സെക്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നതിലൂടെ ഇതിൽ അവൈലബിൾ ആയ ഏത് മാപ്പ് സെലക്ട് ചെയ്തും ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മറ്റ് മാപ്പുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ പ്രോ PBR എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെൻട്രൽ ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഇതിലേക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിലേക്ക് ഇമേജിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി ഇവിടെ കാണുന്ന ഈ ഒരു മാപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നോർമൽ, ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാപ്പാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ മാപ്പിനെ ഷേഡർ മാപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു മാപ്പ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത ഉടനെ ഈ മാപ്പിന്റെ ഡിസ്പ്ലേസ്മെന്റ്, നോർമൽ, ആംബിയന്റ് ഒക്ലൂഷൻ തുടങ്ങിയ മാപ്പുകൾ ഇതിൽ ജനറേറ്റ് ആയിരിക്കുകയാണ്. കൂടാതെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു മാപ്പിന്റെ ഒരു മെറ്റീരിയൽ പ്രിവ്യൂ ഇതുപോലെ ഒരു 3D ഒബ്ജക്റ്റിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. മൗസിന്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്ത് ഇതുപോലെ പാൻ ചെയ്യാനും സ്ക്രോൾ ഇൻ, സ്ക്രോൾ ഔട്ട് ചെയ്ത് സൂം ഇൻ, സൂം ഔട്ട് ചെയ്യാവുന്നതും മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയലിനെ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൽ ജനറേറ്റ് ചെയ്ത മാപ്പുകളെ ഇവിടെ വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള മാപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു സിംഗിൾ ഇമേജിൽ നിന്നും ജനറേറ്റ് ആയ നോർമൽ മാപ്പാണ് ഇവിടെ കാണുന്നത്. ഇനി ഒരു മാപ്പിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ ഇന്റൻസിറ്റി, ഡീറ്റെയിൽ തുടങ്ങിയവ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മാപ്പിനെ ഇവിടെ നിന്നും ഇൻവേർട്ട് ചെയ്യാവുന്നതുമാണ്. വളരെ ഡീറ്റെയിൽ ആയാണ് ഇതിൽ മാപ്പുകൾ ജനറേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാപ്സിനെ സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും ആ മാപ്പിന്റെ പ്രിവ്യൂ ഈ ഒരു മെറ്റീരിയൽ വിഷ്വലൈസറിൽ വ്യൂ ചെയ്യുന്നതിനായി റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ആയ മെറ്റീരിയൽ വ്യൂ ചെയ്യുന്നതിനായി ഇവിടെ നിന്നും ഡിഫറെന്റ് 3D ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെറ്റീരിയൽ വിഷ്വലൈസറിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനായി ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഷോ എൻവയോൺമെന്റ് മാപ്പ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതുമാണ്. ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സ്ലൈഡ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിനെ ഇതുപോലെ ബ്ലർ ചെയ്യാവുന്നതുമാണ്. ഇതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാപ്പിനെ ബെറ്ററായി വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇതിൽ ജനറേറ്റ് ചെയ്ത മാപ്പുകളെ സേവ് ചെയ്യുന്നതിനായി സേവ് ഓൾ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഫോൾഡറിൽ വളരെ ക്വിക്കായി
ടാർഗ, PNG തുടങ്ങിയ ഫോർമാറ്റുകളിൽ ഇതിൽ ജനറേറ്റ് ആയ എല്ലാ മാപ്പുകളും സേവ് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ ക്വിക്കായി നമുക്ക് ആവശ്യമുള്ള മാപ്പുകളെ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാവുന്നതുമാണ്. നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്ത മാപ്പുകൾ ഒരു പ്രൊജക്റ്റായി സേവ് ചെയ്യണമെങ്കിൽ സേവ് പ്രൊജക്റ്റ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ വീണ്ടും ഈ മാപ്പുകളെ ആക്സസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി റീസെറ്റ് ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കളർ ടെക്സ്ചർ കൂടാതെ നോർമൽ മാപ്പ്, ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് തുടങ്ങിയ മാപ്പുകൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തും നമുക്ക് ആവശ്യമുള്ള മറ്റ് മാപ്പുകൾ ഇവിടെ നിന്നും ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനൊരു നോർമൽ മാപ്പാണ് ഇതിൽ ആഡ് ചെയ്തിരുന്നത്. ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, ആംബിയന്റ് ഒക്ലൂഷൻ തുടങ്ങിയ മാപ്പുകൾ ഇതിൽ ജനറേറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ റിയലിസ്റ്റിക് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മാപ്പുകൾ ഒരു സിംഗിൾ മാപ്പിലൂടെ ജനറേറ്റ് ചെയ്യാൻ ഷെയ്ഡർ മാപ്പ് എന്ന ഈ ഒരു ടൂളിലൂടെ സാധിക്കുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഷെയ്ഡർ മാപ്പിന്റെ ബേസിക്, പ്രോ തുടങ്ങിയ വെർഷനുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ ബേസിക് വെർഷൻ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഫ്രീ ആയി യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.